രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന പൂർണ്ണ രൂപത്തിലുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും മനസ്സ് തുറന്ന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 2026-27 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിക്കുന്ന ഒന്നായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള വെറും വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുന്ന ഇലക്ഷൻ ബമ്പർ ബജറ്റ് ആയിരിക്കില്ല ഇത്. മറിച്ച് സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസനവും സാമ്പത്തിക ഭദ്രതയും മുൻനിർത്തിയുള്ള യാഥാർത്ഥ്യബോധമുള്ള പ്രഖ്യാപനങ്ങളാകും ബജറ്റിൽ ഉണ്ടാകുകയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ച നടപടി വലിയൊരു ചുവടുവെപ്പാണെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. മുൻപ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയില്ലാത്ത കാലത്ത് പോലും 18 മാസത്തോളം പെൻഷൻ കുടിശ്ശികയാക്കിയ ചരിത്രം കേരളത്തിനുണ്ട്. എന്നാൽ 5 മാസത്തെ കുടിശ്ശിക വന്നപ്പോൾ അത് വലിയ ചർച്ചയായി. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ക്ഷേമ പെൻഷനിൽ ഇനിയൊരു വർധനവ് ഉണ്ടാവില്ലെന്ന സൂചനയാണ് ധനമന്ത്രിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. നിലവിലുള്ള 2000 രൂപ മുടങ്ങാതെ നൽകുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിനെതിരെ ധനമന്ത്രി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ കാരണം 2.5 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടത്. ഇത്രയും വലിയ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ ബജറ്റിൽ തേടുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. നികുതി ഘടനയിലെ മാറ്റങ്ങളോ പുതിയ സെസ്സുകളോ ഉണ്ടാകുമോ എന്നത് നാളെ ബജറ്റ് അവതരണത്തിൽ വ്യക്തമാകും. വിഴിഞ്ഞം തുറമുഖം പോലുള്ള വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാന വരുമാനത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും DA കുടിശ്ശികയും അവരുടെ അവകാശമാണെന്ന് ധനമന്ത്രി സമ്മതിച്ചു. എന്നാൽ ഇത്തരം ആനുകൂല്യങ്ങൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കണമെന്ന നിർബന്ധമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണപരമായ തീരുമാനങ്ങളിലൂടെയും ഉത്തരവുകളിലൂടെയും ഇവ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുമെന്ന മുറയ്ക്ക് ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. എന്നാൽ പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനം ഈ ബജറ്റിൽ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് ധനമന്ത്രി നൽകുന്ന സൂചന. ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന പുതിയ അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ബാലഗോപാൽ വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്തിന് അതിവേഗ യാത്രാ സൗകര്യങ്ങൾ അത്യാവശ്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ടം, തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, കൊച്ചി മെട്രോ വിപുലീകരണം തുടങ്ങിയ പദ്ധതികൾക്ക് ബജറ്റിൽ വൻ തുക നീക്കിവെച്ചേക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വഴിയുള്ള ഫണ്ടിങ്ങും ഇത്തവണയും പ്രധാനമാകും. വ്യവസായ സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തോടെ പുതിയ സംരംഭങ്ങൾക്കുള്ള സഹായങ്ങളും ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റാണിത്. സാമ്പത്തിക അച്ചടക്കവും വികസനവും എങ്ങനെ ഒരേപോലെ കൊണ്ടുപോകാം എന്ന വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. നാളെ രാവിലെ 9 മണിക്ക് നിയമസഭയിൽ ബജറ്റ് അവതരണം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ കടബാധ്യത കുറയ്ക്കുന്നതിനും നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിനുമുള്ള പദ്ധതികൾ ബജറ്റിന്റെ ഹൈലൈറ്റ് ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകൾക്ക് ഇത്തവണയും മുൻതൂക്കം ലഭിച്ചേക്കും.